ഫ്രണ്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കോവല് ഞാൻ 2-3 വർഷം മുമ്പ് പടർത്തിയിരുന്നായിരുന്നു. നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് നിർത്താനുള്ള പരിപാടി. എന്നുവെച്ചാൽ പഴകി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടൊക്കെ ഒരുമാതിരി കായൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഒന്ന് പ്രൂൺ ചെയ്തെടുക്കുക എന്നുള്ള അതിനുള്ള പരിപാടിയാണ്. നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. മേളിലോട്ടൊക്കെ പടർന്നിട്ടുണ്ട്. അതൊക്കെ കുറെ ചെറിയ ചെറിയ വള്ളികളൊക്കെ വെട്ടിക്കളഞ്ഞ് പ്രൂൺ ചെയ്തെടുക്കാൻ മേളിലോട്ട് പടർന്നു കയറിയിട്ടുണ്ട്. മേളിൽ കയറിയിട്ട് ചെയ്താലേ ശരിയാകത്തുള്ളൂ. വേണ്ട ഇത് ചെരുപ്പിന്റെ ബാറ് പറഞ്ഞു. നമ്മളിവിടുന്ന് ഇത് പ്രൂൺ ചെയ്ത് വിടണം. അതാണ് ചെയ്യുന്നത്. എന്നാലേ കറക്റ്റായിട്ട് ഇനി പടന്ന് പിടിക്കത്തുള്ളൂ. വള്ളി കോതിയില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പടരത്തില്ല. കുറച്ച് കോവയ്ക്കൊക്കെ ഇപ്പോൾ അതെങ്കിൽ പറിച്ചിട്ട് ചെയ്യുക, അതായിരിക്കും നല്ലത്. കുറച്ച് പഴകിയത് കളയെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം 10-50 കിലോയ്ക്ക് കൂടുതൽ ഇതൊന്ന് പറിച്ചായിരുന്നു. നമ്മളിങ്ങനെ താഴെ പെരയുടെ മണ്ടയ്ക്ക് ഉറപ്പിക്കാതെ ബോക്സിനകത്ത് സിമെന്റ് നിറച്ച് അതിനകത്ത് കാല് നാട്ടിയാണ് ചെയ്തേക്കുന്നത്. അന്നേരം പെരയ്ക്കകത്ത് നമ്മുടെ ഭിത്തിയിലേ സ്ക്രൂ ചെയ്തൊന്നും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ ഡാമേജ് ഒന്നും ആകത്തില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ GA പൈപ്പിൽ ക്ലാമ്പ് വെച്ചിട്ട് നമ്മളിത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിനകത്ത് നമ്മൾ സ്റ്റാൻഡ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് പറിച്ചു കളയണം. ഒരു ചടങ്ങ് പരിപാടിയാണ്. ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയാണ്. ക്ലിയർ ചെയ്തിട്ട് ആദ്യമായിട്ടൊന്ന് പടത്തി വൃത്തിയാക്കണം. അന്നങ്ങനെ ചെയ്യാൻ വിചാരിച്ച നമുക്ക് ആദ്യം ഇതിനുള്ള കായകളൊക്കെ ഇങ്ങനെ പറിക്കും. കുറച്ച് അവിടെ ഇവിടെ കുറെ കാന്നിപ്പുണ്ട്, അതൊക്കെ ഇങ്ങനെ പറിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ അവിടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ, അതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേസ്റ്റേ കളയണ്ട, അത്യാവശ്യം വീട്ടിലേക്ക് ഉപയോഗിക്കാമല്ലോ. കുറച്ചൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ചെറുത്. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ പഴയതെല്ലാം കട്ടിയാനുള്ള പരിപാടിയാണ്. കുറച്ച് കട്ടിയായിട്ട് ചെറു സാധനം കിട്ടി, 1-2 കിലോ ആണ്. നമ്മളിനി ഇതെല്ലാം പറിച്ചെടുക്കണം, കട്ട് ചെയ്ത് കളയാനുള്ള പരിപാടി. അതേ വന്നിട്ട് പുതിയ വള്ളിയായിട്ട് പടർത്തി വിടാനുള്ള പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യും. കട്ട് ചെയ്ത് കളഞ്ഞ് പ്രൂൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച. കോതി വിട്ടായിരുന്നു നല്ല ശക്തിയായിട്ട് കളിക്കുകയും ചെയ്യും. പുതിയ ഇത് വന്നിട്ട് അത് നല്ലപോലെ കായുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കോതി വിട്ട ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ 50-60 കിലോയ്ക്ക് കൂടുതൽ നമ്മൾ വിൽക്കുക വരെ ചെയ്തു. വ്യവസായാടിസ്ഥാനത്തിൽ കൃഷിയെ പറ്റിയ ഏറ്റവും നല്ലൊരു വിളയാണ്. എന്നുവെച്ചാൽ വലിയ മുതൽ മുടക്കില്ലാതെ വലിയ എഫർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു നമ്മുടെ പന്തലിടുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ GA പൈപ്പ് ഇട്ടേക്കാം. നമുക്ക് സ്ഥിരം പന്തല് മാറേണ്ട കാര്യമില്ല. വരാൻ വേണ്ടൊക്കെ താഴെ പടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ന് ഇത് യൂസ് ചെയ്യാം. ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്നും ഇതിന്റെ പുറകെ നടക്കണ്ട. ഇങ്ങനെ ഒരു പന്തലിട്ട് കഴിഞ്ഞു നമ്മളിതൊന്ന് പ്രൂൺ ചെയ്തെടുത്തിട്ട് പുതിയ ഇത് വന്നാൽ അല്ലാതെ ഇങ്ങനെ ചെറുതുണ്ടായി സമയം പോകത്തുള്ളൂ. അടുത്ത സീസണിലേക്ക് നല്ലപോലെ ആക്കിയെടുക്കാൻ വേണ്ടി ഇതിന്റെ മുരടി ചെല്ലാം എടുത്ത് കളഞ്ഞ് പ്രൂൺ ചെയ്ത് സെറ്റാക്കണം. പന്തലൊന്ന് വൃത്തിയാക്കി താഴെ നിന്ന് കട്ടിയുള്ള സാധനം ചെറിയ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് സെറ്റാക്കി ഇടാം. എന്നിട്ട് കായ അവിടെയൊക്കെ പൂത്ത് വരുന്നില്ല, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാം പോയിട്ട് പറിച്ചിട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ട, നടക്കത്തില്ല. അതുകൊണ്ട് ഒരു സൈഡ് നമ്മളത് ക്ലിയർ ചെയ്തെടുക്കുക. ക്ലിയർ ചെയ്തെടുത്ത് സെറ്റാക്കണം. ഇത്ര നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി പ്രൂൺ ചെയ്യും. ബാക്കിയൊക്കെ ശിഖരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിക്കിൾ തരുന്നതാണ്. ഇത്രയും ഭാഗം വൃത്തിയാക്കണം. മൊത്തം ഒരു ഇല പോലും ഇല്ല, അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ താഴെ നിന്ന് കട്ട് ചെയ്ത് വിടും. താഴെ നിന്ന് പൊട്ടി കിളിച്ച് പുതിയതായിട്ട് കിളിച്ച് വരണം. ഇത്ര ഇവിടെ കട്ട് ചെയ്യാനുണ്ട്. ഇതോടെ ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ സെറ്റാക്കി റെഡിയാക്കി കഴിഞ്ഞിട്ട് അടിയിൽ 1-2 സ്റ്റിക്കോടെ നമ്മൾ നടും. ആ ഭാഗത്ത് നട്ടിട്ട് ക്ലിയർ ചെയ്യും. അങ്ങനെ നമുക്ക് ഈ വർഷം പുതിയതായിട്ട് നല്ല പ്രൂൺ ചെയ്താലും നല്ലപോലെ കായം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പുതിയ വീഡിയോയും പുതിയ വിശേഷമായി ഞാൻ വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ലൈക്ക് ചെയ്യുക. താങ്ക് യു.